മുന്തിരിവള്ളി, സ്വർണ്ണല്ല, രാപ്പാർക്കാം. ഗ്രാമങ്ങളിൽ ചെന്ന് ഗ്രാമങ്ങളിലേക്ക് ചേക്കേറുന്നു. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അവിടെ കാലത്ത് മുന്തിരിവള്ളികൾ. അപ്പോൾ ഇത് മുന്തിരിവള്ളിയുടെ ഈ വൈൻ്റെ സ്ഥലം ഗ്രാമങ്ങളെന്ന് കാണാം ഇന്ത്യയിൽ. കാപ്പിത്തോട്ടം പ്രശ്നമില്ല, പക്ഷെ വൈൻ ഗ്രാമങ്ങൾ കണ്ടുപിടിക്കൽ ഭയങ്കര പാടാ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതിരാവിലെ എഴുന്നേറ്റ് മുന്തിരിവള്ളികൾ തളിർക്കുന്നത് കാണാം. അവിടെ വെച്ച് നിനക്ക് എൻ്റെ പ്രേമം തരും. പിന്നെ മന്ദാര ചെപ്പുണ്ടോ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടുന്നു. എന്നിട്ട് ഇതിൽ പിസ്ത കടന്നൊന്നല്ല. ഈ പ്രേമ സിനിമ കണ്ടപ്പോൾ ഇതേപോലെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മൂഡിലും, പിന്നെ അതായത് ആണുങ്ങളുടെ മൂഡ്, സ്ത്രീകളുടെ മൂഡ്, ക്യാമ്പസ് മൂഡ്, ഈ നാഗരികതയിലേക്ക് എൻ്റർ ചെയ്ത ചെറിയ പെൺകുട്ടികളുടെ ഒരു ക്യാമ്പസ് മൂഡില്ലേ, അവർ ആ നിവിമ്പോളിട്ട ഷർട്ട് ഇട്ടിട്ട് എല്ലാ കോളേജിലും, നിങ്ങൾ പ്രേമം സിനിമ കഴിഞ്ഞിട്ട് ക്യാമ്പസുകളിലെ +1 തൊട്ട് എല്ലാ ക്യാമ്പസുകളിലും ഉണ്ടായൊരു ഉണർവ് കണ്ടില്ലേ, ഒരു കറുത്ത ഷർട്ടും വെള്ളം കൊണ്ടുകൊടുത്ത പെൺകുട്ടികളുടെ ഡാൻസുകൾ ഓർമ്മയില്ല നിങ്ങൾക്ക്? പ്രേമ സിനിമ. അതിൽ ഈ വിനയ് ഫോർട്ട് ഏതോ ഫ്ലാഷ് ബാക്കിലാണ് ഉള്ള കോമഡി. ഏതോ ഫ്ലാഷ് ബാക്കിലാണ് നാരങ്ങ ഓട്ടം നടത്തുന്ന ഒരു സീനുണ്ട്. അതിലല്ല, ഇവരുടെ ആദ്യ സീനിൽ തന്നെ എവിടെയാണ്ട് ആള് നിൽക്കേണ്ട ആള് വിനയ് ഫോർട്ട് എവിടെയാണ് ഈ പടത്തില് ഈ ഫ്ലാഷ് ബാക്കിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാ. ഇതേപോലെ ഒരു അഭിനയം ഈ സിനിമയിൽ ഇവർ രണ്ടാളും, സൗബിൻ്റെ ഇവരും, എൻ്റെ പൊന്നേ, ഇത് എങ്ങനെ എഡിറ്റ് ചെയ്ത് എന്ത് തലയാണ് അൽഫോൻസ് പുത്ര. ചേട്ടൻ ഈ സിനിമയ്ക്ക് ഇവർ ആരും അവാർഡ് തന്നില്ല ഞാൻ ആലോചിക്കുന്നത്. ഞാൻ എന്താ അവാർഡാണ് അൽഫോൻസ് പുത്രന് വേണ്ടത് ഈ നാട്ടിൽ, ഈ ലോകത്ത്? അത് സ്വപ്നം കൊണ്ട് കിടക്കുക അൽഫോൻസ് പുത്ര. അടുത്തന്നെ ആ പടത്തിനുള്ള അവാർഡ്, ഒരു അവാർഡ് പ്രേമ സിനിമയ്ക്ക് അൽഫോൻസ് പുത്രന് കിട്ടണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തുടരുകയാണ്. ഇന്നലത്തെ ബാക്കിയായിരുന്ന ക്ലാസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടൊക്കെ പറഞ്ഞെന്നുള്ളത് അത്യാവശ്യം ഓർമ്മയുണ്ട്. അന്ന് അങ്ങനെ ഓർമ്മയില്ല, അത് നമുക്ക് എഡിറ്റ് ചെയ്ത് കാണാം. വന്നിട്ട് ഇവിടെ എവിടെയൊക്കെ പറഞ്ഞു നിർത്തി. ഇവിടെ അധ്വാനം. ഈ സോഫ്റ്റ്വെയറിന് 1000 കൊല്ലം അപ്പുറത്തേക്ക് ഡിജിറ്റലൈസ് ചെയ്യാം. അപ്പം ഇത് കണ്ടുപിടിക്കുന്നത് ഞാനല്ല, ഇതിൻ്റെ സെറ്റപ്പായിട്ട് രാജ്യത്തിന് സേവനം ചെയ്യാൻ വരണവരാണ് ഇവർ, ഈ IT-കാർ. ഇത് മൈഗ്രേഷൻ്റെ ഒരു സിലബസ് അവിടെ ഉണ്ടാവാന്നുള്ള രീതിയിൽ ഇവർ ചിന്തിച്ചു തുടങ്ങണം. ഒരു മൈഗ്രേഷൻ, നെഗറ്റീവ് മൈഗ്രേഷൻ ചരിത്രമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ മൈഗ്രേഷൻ ഈസി ആയിട്ട് പിടിക്കാവുന്നുള്ളൂ. പ്രൊഫഷണൽ സാലറിസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ വരുന്നത്, കാലാവസ്ഥ, അധ്വാനം, ഈ 2 തിയറിയും ഒരുമിച്ച് പോകും. ഇവിടെ ആർക്കും കുഴപ്പമില്ലെന്നേ.